ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദി ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ലൂയിസ് ഗരാവിറ്റോയെ പറ്റിയാണ്. 1957 കൊളംബിയയിലാണ് ലൂയിസ് ജനിച്ചത്. ലൂയിസിന്റെ കുട്ടിക്കാലം അത്ര സുഖമുള്ളതൊന്നും ആയിരുന്നില്ല. അവന്റെ അച്ഛന് നിരവധി സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ലൂയിസിന്റെ മാതാപിതാക്കൾ തമ്മിൽ എന്നും വഴക്ക് പതിവായിരുന്നു. അവന്റെ അച്ഛൻ അവരെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. 11-ാം വയസ്സിൽ അവന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി പഠിത്തം ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. 12-ാം വയസ്സിൽ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ലൂയിസിന്റെ അച്ഛന്റെ സുഹൃത്തും അയൽവക്കക്കാരനുമായ ഒരു ഹെൽത്ത് കെയർ വർക്കർ അവനെ സെക്ഷലി അബ്യൂസ് ചെയ്തു. അതിനുശേഷം അവൻ അബ്യൂസ് ചെയ്യപ്പെട്ട ദേഷ്യത്തിൽ വീട്ടിൽ വന്ന് 2 പക്ഷികളെ കൊന്നു. ആ സംഭവത്തിന് ശേഷം അവൻ തൻ്റെ ഇളയ സഹോദരങ്ങളെ വളരെ മോശമായ രീതിയിൽ കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ വളരെ അഗ്രസീവായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. 1971 അവൻ്റെ ഫാമിലി ട്രൂജിലോ എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവൻ അവൻ്റെ വീട്ടുകാരുമായി ഒന്നും അടുപ്പം കാണിച്ചിരുന്നില്ല, എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അവൻ്റെ അയൽവക്കക്കാരൻ അവനെ ഒരു അശ്ലീല ചിത്രം കാണിച്ച് അവനെ ഉപദ്രവിച്ചു. അവൻ പയ്യെ പയ്യെ മദ്യത്തിന് അടിമയാകാൻ തുടങ്ങി. 1972 അവൻ ഒരു സ്ത്രീയുമായി സെക്ഷൽ റിലേഷന് ശ്രമിച്ചു. പക്ഷെ ആ സ്ത്രീ അവനെ റിജക്റ്റ് ചെയ്തു. അതേ വർഷം അവൻ ഒരു 5 വയസ്സുള്ള ആൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് ലൂയിസിന്റെ അമ്മ കാണാനിടയായി. അങ്ങനെ അവന്റെ അമ്മ ലൂയിസിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അവനെ വീട്ടിൽ കയറ്റി. അതിനുശേഷം 1973 ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് അവന് 6 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ കുട്ടി ബഹളം വെച്ചപ്പോൾ അവൻ പിടിക്കപ്പെട്ടു. അവൻ ആ കുട്ടിയെ ചെറുതായി ഒന്ന് തൊട്ടതേയുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. തന്റെ മകൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് അറിഞ്ഞപ്പോൾ എന്നേക്കുമായി ലൂയിസിനെ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛൻ പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞ് ലൂയിസ് പല ജോലികളും ചെയ്തു. ഒരു ജോലിയിലും അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുന്ന കസ്റ്റമേഴ്സുമായിട്ടും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ അവൻ എന്നും വഴക്ക് പതിവായിരുന്നു. അതിന്റെ പേരിൽ പല ജോലികളിൽ നിന്നും അവനെ പറഞ്ഞു വിട്ടു. അവന് തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളോടായിരുന്നു താല്പര്യം. അവന്റെ ഗേൾ ഫ്രണ്ട്സ് പലരും മക്കളുള്ള പ്രായം കൂടിയ സ്ത്രീകളായിരുന്നു. അവൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു റിലേഷൻഷിപ്പിനും അധിക നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല. അവന് പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവൻ നിരവധി കുട്ടികളെ ഉപദ്രവിച്ചു, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. അവന് പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതിനാൽ അവൻ പലപ്പോഴും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിരുന്നു. ജീവിതത്തിൽ ഒന്നും നേടിയില്ല എന്ന തോന്നൽ കാരണമാണ് അവൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചത്. നിരവധി പ്രശ്നങ്ങളുള്ള ഒരു കുടുംബമായിരുന്നല്ലോ അവൻ്റേത്. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത ഒരാളെ പോലെയാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവന് സ്വന്തമായി ഒരു കുടുംബം വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഒരു ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ തുടങ്ങി. ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു അത്. അവന്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാനും ചർച്ചിൽ പോകാനും ഒക്കെ തുടങ്ങി. സ്വന്തമായി കുടുംബം വേണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കും അവൻ സ്വയം മാറാൻ ശ്രമിച്ചത്. 1980 പലതവണ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനെ തുടർന്ന് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന് കുടുംബം വേണം, കുട്ടികൾ വേണം എന്നായിരുന്നു മറുപടി. അങ്ങനെ ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയ ശേഷം അവൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. ജോലിക്കിടയിൽ അവന് 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിനൊക്കെ അവൻ വെളിയിൽ പോകുന്നത് പതിവായിരുന്നു. വെളിയിൽ പോകുന്ന സമയത്ത് അവൻ കുട്ടികളെ കാണുമ്പോൾ പീഡിപ്പിക്കാൻ പ്രേരണ തോന്നിയിരുന്നു. അവന് പക്ഷേ ആ തോന്നൽ അധികം നാൾ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. അവൻ പയ്യെ കുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ എപ്പോഴും ബ്ലേഡും മെഴുകുതിരിയും ലൈറ്ററും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. അവന്റെ ഇരകളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. അതുമാത്രമല്ല, പീഡനത്തിന് ഇരയാക്കപ്പെട്ട കുട്ടികളുടെ പേര് അവൻ എഴുതി വെച്ചു. അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അവന് ഒരു സുഹൃത്തിൽ നിന്ന് ഒരു നിഗൂഢ പുസ്തകം ലഭിച്ചു. അങ്ങനെ ആ പുസ്തകം വായിച്ച ശേഷം സാത്താനിസത്തിലേക്ക് അവന്റെ താല്പര്യം വളർന്നു. അതിനിടയിലാണ് അവൻ ഹിറ്റ്ലറുടെ ആത്മകഥ വായിക്കുന്നത്. ഹിറ്റ്ലറുടെ ആത്മകഥ വായിച്ച ശേഷം അവൻ ഹിറ്റ്ലറുടെ വലിയൊരു ഫാനായി മാറി. ഹിറ്റ്ലറുടെ ജീവിതവും ഇവന്റെ ജീവിതവും തമ്മിൽ ഒത്തിരി സാമ്യമുള്ളതായി അവന് തോന്നി. ഹിറ്റ്ലർ ചെയ്ത ക്രൂരതയൊക്കെ അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. 1980കളിൽ അവൻ പലതവണ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. 1992 ലൂയിസ് തന്റെ കൊലപാതക പരമ്പര തുടങ്ങുന്നത്. 1992 മുമ്പ് അവൻ കുട്ടികളെ പീഡിപ്പിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അവരെ കൊന്നിരുന്നില്ല. 6-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളായിരുന്നു അവന്റെ ഇരകളിൽ അധികവും. 13 വയസ്സുള്ള ജുവാൻ കാർലോസ് ആയിരുന്നു അവന്റെ ആദ്യത്തെ ഇര. അവൻ ഇരകളെ വളരെ ശ്രദ്ധിച്ചാണ് തെരഞ്ഞെടുത്തത്. അനാഥരും വീടില്ലാത്ത സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെയും അവൻ തെരഞ്ഞെടുത്തു. കുട്ടികളോട് കൂടെ വന്നാൽ പണം നൽകാം, പലഹാരങ്ങൾ നൽകാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആളില്ലാത്ത വിദൂര പ്രദേശത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് കുട്ടികളെ പീഡിപ്പിച്ച് വളരെ മൃഗീയമായി കൊലപ്പെടുത്തും. കുട്ടികളെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവൻ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. പലതരത്തിലുള്ള മൃഗീയ ചൂഷണങ്ങൾക്ക് ആ കുട്ടികൾ വിധേയരായി. ചൂഷണങ്ങൾക്ക് ഇരയായി കുട്ടികൾ കരയുന്നത് കേൾക്കുമ്പോൾ അവൻ അതൊരു ഹരമായിരുന്നു.
അവൻ പല ഇരകളുടെയും സ്വകാര്യ ഭാഗങ്ങൾ വരെ മുറിച്ചു മാറ്റി. വലുപ്പമുള്ള വസ്തുക്കൾ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കയറ്റി. ആ കുട്ടികൾ വേദന കൊണ്ട് അലറിക്കരയുമ്പോൾ അവൻ ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദന കണ്ട് ആസ്വദിച്ചു. ഇരകളുടെ മൃതദേഹത്തിൽ നിറയെ കത്തികൊണ്ട് കുത്തിയ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയായതിന്റെ തെളിവുകളും ഉണ്ടായിരുന്നു. 1992 മുതൽ 98 വരെ അവൻ നടത്തിയ കൊലപാതകങ്ങളെപ്പറ്റി പുറം ലോകം അറിഞ്ഞില്ല. അതിന് കാരണം കൊളംബിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധമായിരുന്നു. ആ സമയത്ത് ആഭ്യന്തര യുദ്ധം നടക്കുന്നതിനാൽ തെരുവിൽ വിശന്ന് വലഞ്ഞ് വീടില്ലാത്ത, മാതാപിതാക്കളില്ലാത്ത നിരവധി കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ കാണാതായത് ആരും ശ്രദ്ധിച്ചില്ല. 1998 നവംബർ 7 കൊളംബിയയിലെ പെരേര എന്ന സ്ഥലത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം കുട്ടികൾ ഒരു അസ്ഥികൂടം കണ്ടെത്തി. ആ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ 36ഓളം കുട്ടികളുടെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി. ഞാൻ പറഞ്ഞല്ലോ, ലൂയിസ് ഹിറ്റ്ലറുടെ ഒരു ഫാനാണെന്ന്. ഹിറ്റ്ലറുടെ ആത്മകഥയിൽ നിന്നാണ് അവന് ഈ കൂട്ടക്കുഴിമാടത്തോടുള്ള ഒരു താല്പര്യമുണ്ടായത്. താമസിക്കാതെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അപ്പോഴാണ് ഈ കേസിന്റെ ഗൗരവം പോലീസിന് മനസ്സിലായത്. ആദ്യം പോലീസ് വിചാരിച്ചത് കുട്ടികളെ കടത്തുന്ന സംഘമോ അല്ലെങ്കിൽ സാത്താൻ സേവ നടത്തുന്ന സംഘമോ ആയിരിക്കാം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നാണ്. അങ്ങനെയിരിക്കെ മൃതദേഹം മറവ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു കണ്ണടയും അഡ്രസ്സുള്ളൊരു പേപ്പറും മറ്റു കുറച്ച് സാധനങ്ങളും കിട്ടിയത്. പിന്നെ പോലീസ് ആ അഡ്രസ്സ് അന്വേഷിച്ചു. അത് ലൂയിസിന്റെ ഒരു കാമുകിയുടെ അഡ്രസ്സായിരുന്നു. പോലീസ് ലൂയിസിന്റെ കാമുകിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവന്റെ കാമുകി അവനെ കണ്ടിട്ട് കുറെ നാളായി എന്ന് പറഞ്ഞു. അവന്റെ ഒരു പെട്ടി അവളുടെ പക്കലുണ്ടായിരുന്നു. ആ പെട്ടി പൊട്ടിച്ചു നോക്കിയപ്പോൾ നിരവധി ആൺകുട്ടികളുടെ ഫോട്ടോയും അവൻ നടത്തിയ കൊലപാതകങ്ങളെ പറ്റി എഴുതിയ ഒരു ഡയറിയും കണ്ടെത്തി. അവർ ലൂയിസിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ലൂയിസ് തന്റെ അടുത്ത ഇരയെ തേടി ഇറങ്ങിയിരുന്നു. ലൂയിസ് തന്റെ അടുത്ത ഇരയെ കണ്ടെത്തി. ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ പീഡന ശ്രമത്തിന്റെ വാർത്ത പോലീസ് അറിഞ്ഞു. 1999 ഏപ്രിലിൽ ലൂയിസ് ബലാത്സംഗ ശ്രമത്തിന് അറസ്റ്റിലായി. കുഴിമാടത്തിന്റെ അടുത്ത് നിന്ന് പോലീസിന് ഒരു കണ്ണട ലഭിച്ചിരുന്നല്ലോ. ആ കണ്ണടയിലെ ഡീനെയും ലൂയിസിന്റെ ഡീനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. പോലീസിന് മനസ്സിലായി ആ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ലൂയിസ് ആണെന്ന്. അവൻ കുറ്റസമ്മതം നടത്തി. 140 കുട്ടികളെ കൊന്നതായി സമ്മതിച്ചു. അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിക്കെ 2023 ഒക്ടോബർ 12 66 വയസ്സിൽ അവൻ മരിച്ചു. ക്യാൻസർ ആയിരുന്നു മരണകാരണം.